ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജർമ്മൻ ഹൗസ് ബിൽഡിംഗ്, ജർമ്മനിയിൽ പോയി ഫ്രീ ആയി നേഴ്സിംഗ് പഠിക്കാം, മാസം 1500 യൂറോയോളം സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞ് വലിയ പരസ്യങ്ങളുണ്ട്. ഒത്തിരി കുട്ടികൾ പോയിട്ടുമുണ്ട്. പക്ഷേ ഇതിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതായത് +2 കഴിഞ്ഞ ഉടനെയാണ് കുട്ടികളിത് ജർമ്മൻ ഭാഷ പഠിക്കാൻ പോകുന്നത്. ജർമ്മൻ ഭാഷ ഒരു B2 ലെവൽ വരെ പാസ്സായാൽ മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ കോഴ്സ് എന്ന് പറയുന്നത് മുഴുവനും ജർമ്മൻ ഭാഷയിൽ തന്നെയാണ്. അപ്പം അതായത് നമ്മൾ ജർമ്മൻ ഭാഷ അക്ഷരങ്ങൾ പോലും നമുക്ക് അറിയില്ല. അപ്പം ഒരു സമർത്ഥരായ കുട്ടികൾക്ക് പോലും ഒരു 1.5 വർഷം, അല്ലെങ്കിൽ അത് ഏറ്റവും കുറഞ്ഞതാണ്. അതായത് അത്രയും മിടുക്കരായ കുട്ടികളാണെങ്കിൽ 1.5 വർഷം കൊണ്ടൊക്കെ ഈ B2 ലെവൽ വരെയൊക്കെ എത്തും. പക്ഷെ പല കുട്ടികളും പരാജയപ്പെടുകയാണ് പതിവ്. അതായത് 1, 2, 3 വർഷമൊക്കെ പഠിച്ച് ഒന്നും ആകാതെ, അതായത് ജർമ്മൻ ഇത് കിട്ടത്തില്ല. പിന്നെ നമ്മളൊരു കോഴ്സ് ചെയ്യുന്നില്ലല്ലോ, ഇതിനു വേണ്ടി പഠിച്ചിട്ട് പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ പലരുടെ ഒരു ധാരണ അവിടെ പോയി BSc നഴ്സിംഗ് ഡിഗ്രിയാണ് കിട്ടുന്നതെന്നൊക്കെ പല ഏജൻസികളൊക്കെ ഇങ്ങനെ പറയുന്നത് കാണാം. ശരിക്കും ഒരു വൊക്കേഷണൽ ട്രെയിനിങ് ആണ്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു പഴയ ഡിപ്ലോമ കോഴ്സ് പോലത്തെ ഇത് കിട്ടും. പോയി രക്ഷപ്പെട്ടവർ ഒത്തിരി ഉണ്ട്. കാരണം ചെറിയ പ്രായത്തിൽ പോയാലും മുന്നോട്ട് കഴിവുള്ളവർക്ക് പഠിച്ചൊക്കെ മുന്നോട്ടൊക്കെ പോകാൻ പറ്റും. അതില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ എല്ലാ കുട്ടികൾക്കും ഭാഷയൊക്കെ പഠിക്കാൻ ഒരുപോലെ കഴിവുണ്ടാവണമെന്നില്ല. അപ്പം പഠിച്ചു പോയി രക്ഷപ്പെട്ടവരൊക്കെ നല്ല മിടുക്കരായ കുട്ടികളായിരിക്കും. പലപ്പോഴും ഒരു ആവറേജ് കുട്ടികളൊക്കെ ഇതിനകത്ത് പോയിട്ട് വെറുതെ 2-3 വർഷങ്ങളൊക്കെ കളയുന്നത് കാണാറുണ്ട്. അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പ് ഇതെനിക്ക് പഠിക്കാൻ പറ്റുമോ, ഈ ഭാഷ അതും നല്ല പണച്ചെലവുമുണ്ട്. ഇന്ത്യയിലെ പല നഗരങ്ങളിൽ പോയി പരീക്ഷ എഴുതണം. അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം നമുക്കത് ചെയ്യാൻ സാധിക്കുമോ, നമുക്കത് പറ്റുമോ? ചില കുട്ടികൾക്ക് ഭാഷ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിവുണ്ട്. അപ്പം കൃത്യമായി പരിശ്രമിക്കുന്ന, സ്ഥിരമായി കഠിനാധ്വാനം ചെയ്യുന്നവരൊക്കെ പോയാൽ മാത്രമേ ഇതിൽ വിജയിച്ച് മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം ഇത് B2 ലെവലൊക്കെ വരെ എത്തിയാൽ മാത്രമേ പുറത്തേക്ക് ജർമ്മനിയിൽ പോയി ഈ കോഴ്സ് ചെയ്യാൻ പറ്റൂ. അപ്പം 1500 യൂറോ സ്റ്റൈഫൻഡൊക്കെ കിട്ടും. അത് സത്യമാണ്. പോയി രക്ഷപ്പെട്ടവരൊക്കെ ഉണ്ട്. പക്ഷേ ചെല്ലുമ്പോഴേ നമ്മുടെ നാട്ടിലെ പോലെ പഠനം മാത്രമല്ല, ജോലി. ഇത് ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ അപ്രൻറ്റിസ്ഷിപ്പ് എന്നാണ്, വൊക്കേഷണൽ ട്രെയിനിങ് എന്നാണ് നമ്മുടെ ഇംഗ്ലീഷിലൊക്കെ അർത്ഥം. അപ്പം നല്ല കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ തയ്യാറുള്ള കുട്ടികൾ മാത്രമേ ഇതിന് പോകാവുള്ളൂ. ഭാഷ പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളവർ മാത്രം പോകുക. അല്ലാത്തൊരു വെറുതെ പോയി 2-3 വർഷങ്ങളൊക്കെ പാഴാക്കിയിട്ട് പിന്നെ നാട്ടിൽ ഓരോ കോഴ്സിനൊക്കെ ചേരുന്ന കാണാറുണ്ട്. അപ്പോൾ നമുക്കത് പോകുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ വശങ്ങളും ആലോചിച്ച് ഇത് പഠിക്കാൻ പറ്റുമോ, ഈ ഭാഷ പഠിച്ചെടുക്കാൻ പറ്റുമോ, B2 ലെവൽ വരെ പാസ്സാകണം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക. അല്ലാതെ ജർമ്മനി പോയി ഫ്രീ ആയി പഠിക്കാം, മാസം 1.5 ലക്ഷം രൂപ ഇങ്ങോട്ട് കിട്ടും, ഒക്കെ എല്ലാം വളരെ എളുപ്പം എന്നാണ് പറയുന്നത്. പക്ഷേ അതിന് പിന്നിൽ നല്ല കഷ്ടപ്പാടുണ്ട്. അത് പൂർത്തിയാക്കാൻ പറ്റുന്നവർ മാത്രം അതിനുവേണ്ടി പോകുക. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളെക്കുറിച്ച് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.